മേഡം, നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലുള്ള മഞ്ജു ഭയങ്കര കരച്ചില്. പ്രസവിക്കാനൊക്കെ റെഡിയായി, പക്ഷെ എപ്പിസിയോട്ടമി വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. ഇപ്പൊ എന്താ മഞ്ജുവിന്റെ പേടി നാച്ചുറൽ ആണ്. കാരണം പ്രസവത്തിന്റെ സമയത്ത് അതിന്റെ പെയിനും താഴെ എപ്പിസിയോട്ടമിയുടെ പെയിനും കൂടെ ആവുമ്പോൾ എല്ലാവർക്കും സഹിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. മഞ്ജു മോളെ, പ്രസവ സമയത്തുണ്ടല്ലോ, കുട്ടിയുടെ തല ക്രൗണിങ് ആവുന്ന സമയത്ത്, അതായത് കുട്ടിയുടെ തല നമ്മൾ മുടി പുറത്ത് കാണുന്ന സമയത്ത് പെരിനിയൽ സ്കിൻ നല്ല സ്ട്രെച്ച്ഡ് ആയിരിക്കുമ്പോൾ ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടാണ് നമ്മൾ എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞൊരു കട്ടിട്ട് കൊടുക്കുന്നത്. അത് ആ പെരിനിയൽ സ്കിന്നിൽ നമ്മളൊരു മീഡിയോ ലാറ്ററൽ ആയിട്ടാണ് കട്ടിട്ട് കൊടുക്കുന്നത്. നമുക്ക് പ്രസവത്തിന് ശേഷം അത് നീറ്റായിട്ട് തുന്നി ശരിയാക്കുകയും ചെയ്യാം. പിന്നെ ലോക്കൽ അനസ്തേഷ്യ തരുന്നതുകൊണ്ട് നമുക്ക് അധികം പെയിനും ഉണ്ടാവുന്നില്ല കേട്ടോ. പക്ഷെ മേഡം, നമ്മൾ എല്ലാവർക്കും ഇടാറില്ലല്ലോ. ചിലർക്ക് നമ്മളൊരു ചെറിയ നിക്ക് മാത്രമല്ലേ ഇടാറുള്ളൂ. അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെരിനിയൽ സ്കിൻ നല്ല സ്ട്രെച്ച്ഡ് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഡെലിവറി ആയിക്കോളും. അപ്പൊ എപ്പിസിയോട്ടമി ഇടാൻ ശരിക്കും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അതായത് കുട്ടിയുടെ തല വരുമ്പോൾ പ്രൈമികളൊക്കെ ആവും, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അവിടെ സ്കിൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ കട്ടിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ അടുത്ത് തന്നെയാണ്, അതായത് ഏനസും മൂത്രം പോകുന്ന സ്ഥലമൊക്കെ. അപ്പൊ അവിടെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ടേസ്, സ്ഫിങ്ക്റ്റർ ടേസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ടേസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻകോർഡിനൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അറിയാതെ മൂത്രം പോവാ, മോഷൻ പോവാ, അങ്ങനെയൊക്കെ. പിന്നെ ഫീറ്റൽ ഡിസ്ട്രസ്, അതായത് കുട്ടിയുടെ ഹൃദയമെടുപ്പ് താന്നു പോവുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ലേബർ റൂമിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രുമെന്റൽ ഡെലിവറി കണ്ടിട്ടില്ലേ, വാക്യൂമോ ഫോർസെപ്സോ ഒക്കെ ഇടുമ്പോൾ എപ്പോഴും നമ്മളൊരു എപ്പിസിയോട്ടമി ഇടുന്നത് നല്ലതാണ്. ഓക്കെ, അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, എപ്പിസിയോട്ടമി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനുള്ളതല്ല. ഒരു സുഖപ്രസവത്തിന് സുരക്ഷിതമായി നിങ്ങളെ തയ്യാറാക്കാനുള്ളതാണ്. ഗൈനക്കോളജിസ്റ്റിനെ എപ്പോഴും വിശ്വസിക്കുക. അപ്പൊ ഞാൻ മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കാം മേഡം, അവളെ സഹകരിക്കാം. ഓക്കെ, അപ്പോൾ എപ്പിസിയോട്ടമിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഗർഭിണിയായ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.